രാഷ്ട്രപിതാവിനെ കൊന്നൊടുക്കിയ നാദൂറാം വിനായക് ഗോഡ്സയെ ഫോട്ടോ വെച്ച് ആരാധിച്ച് പൂമാലയിടുന്നവർക്കാണോ ചെഗുവേരയുടെ പോസ്റ്റർ കീറിക്കളയുക എന്ന് പറയാൻ അധികാരമുള്ളത്? അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ. ചെഗുവേരയല്ല, ചെഗുവേര സഖാവ് ചെ എന്ന ഓമന പേരിൽ പറയുന്ന ചെഗുവേര. എന്നെ സംബന്ധിച്ചോളം ചെഗുവേരയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അയാൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. സഖാവ് ചെ കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാരുടെ ഏറ്റവും വലിയ ആവേശവും ആഘോഷവുമാണ് സഖാവ് ചെ എന്ന പേരിൽ വിളിക്കുന്ന ചെഗുവേര. ആ ചെഗുവേരയെ ഒരു ഇസ്ലാമിക മതപ്രബോധകനായി ഞാൻ പറയുന്നു, സഖാവ് ചെ അല്ല, ചെഗുവേരയെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. സാമ്രാജ്യത്തിനെതിരെ നെഞ്ചു വിരിച്ചിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പട്ടാളക്കാർ കൂടെ നിന്നിട്ട് കൈത്തോക്കെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് റിവോൾവറിനെ കാഞ്ചി വലിക്കാൻ വന്നപ്പോ തോക്കിന് നേരെ നോക്കിയിട്ട് ചെഗുവേരയുടെ കണ്ണിൽ നിന്ന് വരുന്ന കത്തുന്ന നോട്ടം കണ്ടപ്പോ ചെഗുവേരയുടെ മുഖത്ത് നോക്കിയിട്ട് കാഞ്ചി വലിക്കാൻ കഴിയാതെ എല്ലാവരും തോക്ക് കൈമാറിയപ്പോ അവസാനം ചെഗുവേരയെ വെടിവെച്ച പോലീസുകാരൻ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് മുഖത്തു നോക്കാതെ വെടിവെച്ച് വീഴ്ത്തിയ സഖാവ് ചെ എന്ന ബൊളീവിയൻ ഉൾക്കാടുകളിൽ ഗറില്ല യുദ്ധം നടത്തി സാമ്രാജ്യത്തെ കിടുകിടാവർപ്പിച്ച സഖാവ് ചെ എന്ന് വിളിക്കുന്ന ചെഗുവേര. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. കാരണം അദ്ദേഹം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. നമ്മുടെ നിലപാടുകൾ ഏത് സമൂഹത്തോടും പറയുന്നത് നമുക്കെന്താ ബുദ്ധിമുട്ടുള്ളത്? അതുകൊണ്ട് രാഷ്ട്രീയം അതെല്ലാ കാലഘട്ടത്തിലുമുണ്ട്. രാഷ്ട്രീയം ചിലപ്പോൾ പുരോഗമനമാണ്. ആ രാഷ്ട്രീയം ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ സംഘട്ടനങ്ങൾ ഉണ്ടാവാൻ സ്വാഭാവികമാണ്. പക്ഷേ ആശയം നഷ്ടപ്പെടുമ്പോഴാണ് ആയുധം ഏന്തേണ്ടി വരിക. ആശയത്തിന് ദാരിദ്ര്യം വരുമ്പോഴാണ് ആയുധമെടുക്കേണ്ടി വരിക. ഇതൊക്കെ വെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എന്നോടെല്ലാവർക്കും വലിയ സ്നേഹമാണ്. കുറച്ചാളുകൾക്കൊക്കെ വിഷമമുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും വലിയ സ്നേഹത്തോടെ പറയാ, ഖുർആൻ 3-ാമത്തെ പാദം